ഹലോ ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ റിവ്യൂ ഓഫ് ദ മൂവി റീൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷെയ്ൻ നിഗം ആക്ട് ചെയ്ത ദൃഢം എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പം ദൃഢത്തെ പറ്റി ഒരു സമ്മറി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു കോമ്പിനേഷൻ ഓഫ് തിങ്സ് ദാറ്റ് കുഡ് ഗോ റോങ് വിത്ത് എ മൂവി. അങ്ങനെ ആ ഒരു രീതിയിലൊരു ഫീലാണ് എനിക്കത് മൊത്തത്തിൽ കണ്ടപ്പോൾ കിട്ടിയത്. അതായത് ബേസിക്കലി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇൻട്രഡക്ഷൻസിനും പിന്നെ ആ വേൾഡ് ബിൽഡിങ് അതെല്ലാം കൂടെ കാണിക്കാനായിട്ട്. ഈ സമയത്ത് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി, നാടകീയത, ഇവർ ഇന്നസെൻസ് കാണിക്കുന്നത്, ഇവർ തമ്മിലുള്ള ബോണ്ടിങ്, ഇതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് കണ്ടാൽ ലിറ്ററലി ഒരു ടെലിസീരിയൽ മോഡാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവർ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടും എന്തോ അറിഞ്ഞോ അറിയാതെ എനിക്ക് ചിരിയാണ് ഏതാണ്ട് അതിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വല്ല വിധേന ഈ ഹാഫ് ആൻ അവർ പോയി. അപ്പോൾ ഹാഫ് ആൻ അവറിൽ പോയാൽ എനിക്ക് ആക്ടിങ് സാമാന്യം നല്ല മോശമായിട്ടാണ് തോന്നിയത്. കാരണം ഇന്നസെൻസും മറ്റേ ആ ഒരു നോർമൽ ഇതുമൊക്കെ കാണിക്കുന്നതിൽ ഇപ്പം എല്ലാവരും അതിൽ ഒരാളെ എടുത്ത് പറയേണ്ട കാര്യമില്ല, ആരൊക്കെ അത് കാണിച്ചിട്ടുണ്ടോ അതും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാ സീനിലും ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നു പോകുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴേ നമുക്കൊരു ഡേഞ്ചർ മണക്കും, ഇനി അങ്ങോട്ടുള്ളത് ഇതാണോ, വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ അസ് എന്നുള്ള രീതിയിലൊരു ഫീൽ വരും. പിന്നെ അതിനുശേഷം ഇതൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കോർ പ്ലോട്ടിലോട്ട് കിടക്കും. ഇപ്പോൾ കോർ പ്ലോട്ട് ഒബ്വിയസ്ലി ഒരു ത്രില്ലറാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എടുത്താലും അതിലൊരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഇതല്ലാണ്ട് അതുകൊണ്ട് എങ്ങനെയൊക്കെ എൻഗേജിങ് ആയിട്ട് പോകും കുറേ നേരത്തേക്ക്, കുറേ നേരത്തേക്ക് എങ്ങനെയാണ് പോകും. പക്ഷെ എന്നാൽ പോലും ഒരു ബേസിക്കലി ഒരു ഇനഫ് മെറിറ്റ്സോ അല്ലെങ്കിൽ മറ്റേ എൻഗേജിങ് ആയിട്ടൊരു വാവ് എലിമെൻസോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു എലിമെൻസോ ഒരു രീതിയിലും അത് ഫീൽ ചെയ്തില്ല എങ്ങും. കാരണം ഒരു കോർ പ്ലോട്ടിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതല്ലാതെ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് ഇതിന് പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരുപാട് അനാവശ്യമായിട്ടുള്ള സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എങ്ങൊന്നും ഇല്ലാത്ത എവിടുന്നൊക്കെ സൈഡ് ട്രാക്സ് പൊങ്ങി വരും. പിന്നെ ക്ലീഷയായിട്ട് അമ്മയുടെ മോട്ടിവേഷൻ ഉണ്ട്, പിന്നെ സീനിയറിൻ്റെ മോട്ടിവേഷൻ, ഉപദേശം, മറ്റേ മറിച്ചത് കേസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന എല്ലാം കൂടെ ഒക്കെ ചേർത്ത് മൊത്തത്തിൽ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് ക്ലൈമാക്സിന്. അപ്പോൾ നമുക്ക് ഈ ക്ലൈമാക്സ് വരുമ്പോഴേ അറിയാം ഈ ക്ലൈമാക്സ് ഈ ഫിലിം സാൽവേജ് ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. ഐ മീൻ ഒബ്വിയസ്ലി ദർ വാസ് ആൻ അൺപ്രഡിക്റ്റബിലിറ്റി ടു ഇറ്റ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലല്ല പോയിരുന്നത്. അതിൻ്റെതായ ഒരു കൗതുകം അതുണ്ടായിരുന്നു. പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ തന്നെ ഇറ്റ് ലുക്സ് ടെറിബിളി ഫ്ലോട്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോഴും ആ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്കത് വല്ലാതെ ഫീൽ ചെയ്യും. പിന്നെ എന്തുകൊണ്ടെന്നാണ് അറിഞ്ഞൂടാ, അതുവരെ റിയലിസ്റ്റിക് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മൂവി പെട്ടെന്ന് അങ്ങ് ഒരു വയലന്റ് ടോൺ അങ്ങ് എടുക്കും ആ ഒരു എക്സിക്യൂഷനിൽ. അങ്ങനെ അതുകൂടെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇറ്റ് എൻഡ്സ് അപ്പ് ബീങ് എ ഡോണർ. സോ മൊത്തത്തിൽ നമ്മൾ ധൃതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്ത് എന്താ പറയുക, നമ്മളൊരു ബാഡ്ലി ഡയറക്റ്റഡ്, ഐ ഫെൽറ്റ് വീക്ക്ലി ആക്റ്റഡ് ആൻഡ് കൈൻഡ് ഓഫ് എ ബ്ലാൻഡ്ലി പ്രസൻറ്റഡ് മൂവി. അങ്ങനെ നമുക്ക് ഒരു രീതിയിലും വലിയൊരു രീതിയിലും മെറിറ്റ്സ് പറയാനില്ലാത്ത ഒരു വളരെ സാധാരണ പടമായിപ്പോയി. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദ സമ്മറി ഓഫ് ദൃഢം. So till we are back with the next review. Bye bye.